തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 8ാം ക്ലാസ്സുകാരനെ കാണാനില്ല എന്ന പരാതി വരുന്നു. ധനുവച്ചപുരം സ്വദേശി അജിത്തിനെ 3 ദിവസമായി കാണാനില്ല. അജിത്ത് വഴക്കിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതെന്ന് പിതാവ് അജീഷ് പറഞ്ഞു. പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. VS അനുരാഗ് ചേർന്നു. അനുരാഗ്, ഈ കുട്ടിയെ എന്ന് മുതലാണ് കാണാതായത്? കുടുംബം പരാതി അന്നേ നൽകിയതാണോ അതോ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നത്? എന്താണ് പോലീസ് പറയുന്നത്? അജിത്തും പിതാവ് അജീഷും തമ്മിൽ ഞായറാഴ്ചയാണ് വഴക്ക് ആവുന്നത്. അത് പഠിക്കാനും പറയുന്നതുമായി ബന്ധപ്പെട്ട് വഴക്കിട്ടതാണ്. അന്ന് തന്നെ ഞായറാഴ്ച തന്നെ അജിത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോയതാണ്. 40 രൂപ മാത്രമാണ് കൈവശം ഉണ്ടായിരുന്നതെന്ന് കുടുംബം പറയുന്നു. പിന്നീട് ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടുമില്ല, മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടിട്ടുമില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അന്ന് തന്നെ പാറശാല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പാറശാല പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചടക്കം പരിശോധന നടത്തി, അന്വേഷണം നടത്തി. ആദ്യ ദൃശ്യത്തിൽ നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് സ്കൂളിന് മുൻവശത്ത് നിന്ന് ബൈക്കിൽ പോകുന്നത് കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഇടങ്ങൾ പരിശോധിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് കാട്ടാക്കടയിലേക്ക് പോയി എന്നുള്ള ദൃശ്യം ലഭിക്കുന്നു. അങ്ങനെ കാട്ടാക്കട പരിസരം പരിശോധിക്കുന്നു. പക്ഷേ കാട്ടാക്കടയിലൊന്നും ഇവർക്ക് ബന്ധുക്കളോ മറ്റ് സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും അതിനുശേഷം മറ്റ് വിവരങ്ങൾ ഇല്ല എന്നുള്ളതാണ് പാറശാല പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും 3 ദിവസമായി 8ാം ക്ലാസ്സുകാരനെ കാണാനില്ല. ഇതുവരെ മറ്റ് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടുമില്ല. അജീഷ് കിടപ്പ് രോഗിയാണ്. ഈ അജിത്തിന്റെ പിതാവ് അജീഷ് കിടരോഗിയാണ്. 14 വർഷത്തോളമായി തെങ്ങിൽ നിന്ന് വീണ് കിടരോഗിയാണ്. പക്ഷേ ഇത്തരത്തിൽ പഠിക്കാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം മാത്രമാണുള്ളത്. അങ്ങനെ വഴക്ക് പറഞ്ഞു, പഠിക്കാൻ വേണ്ടി വഴക്ക് പറഞ്ഞു. അതിന് പിന്നാലെയാണ് കുട്ടി ഇറങ്ങിപ്പോയതെന്നാണ് ഇപ്പോൾ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നു. പക്ഷേ 3 ദിവസമായി 8ാം ക്ലാസ്സുകാരനെ സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഗൗരവതരമായ കാര്യമാണ്. ശരി അനുരാഗ്.